ഹിന്ദി മാഷല്ലയോ? അതെ. ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ? അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീടറിയാലോ? മേജർ നായരുടെ മകന്റെ കാര്യമല്ലോ നിങ്ങൾ പറയുന്നത്? മകനോ? മകൻ തന്നെ. ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഉടനെ വരണേ, എക്സാം ഉള്ളോ? എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കള്ളൻ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്തിയ ഒരാളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതഭിപ്രായമാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? അയാളാണ് ആ കൃത്യനിഷ്ഠക്കാരൻ. കൃത്യസമയത്തിന് വരും. മാസ്റ്റർ അകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നട്ടെ, ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവനത് പെറ്റു വെച്ചിട്ടുണ്ടോ? എന്തോന്ന് പറ്റ്? ഞാൻ അവനെ ആദ്യം കാണുന്നതന്നെ ഇവിടെ വെച്ച. നമസ്തേ മാസ്റ്റർ ജി, ആയിയേ ബൈഠിയേ. എനിക്ക് നല്ല സുഖമില്ല. ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ലേ? ആരെ? അത് പോട്ടെ, സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ, ഉത്തർപ്രദേശ് വല്യച്ഛൻ. അദ്ദേഹം മരിച്ചുപോയല്ലോ. അമ്മാവൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിന്റെ വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നെന്നോ? സ്മോൾ പോക്സ് ഇല്ല. സത്യം പറ, താൻ ആരാ? എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിവിടെ വന്നത്? മേഡം, എന്ത് പറ്റി? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും. മേഡം, അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാസ്റ്ററിനെ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്? ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. നീ മേജറിന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ. എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് മേരത്തോട് പറഞ്ഞത്? ഞാൻ തന്നെയാണ് ആ തെണ്ടി. അടിച്ച് നിന്റെ കരണക്കുറ്റിയും പൊട്ടിച്ചോളൂ. തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ? തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാം. അന്ന് നിന്റെ ജാവമായിരിക്കും. കൊല്ലും ഞാൻ. നീ എന്റെ സ്റ്റുഡന്റിന് മുമ്പ് വെച്ച് എന്നെ അവമാനിക്കരുത് മേഡം. അയ്യോ മേഡം, ഇനി ഈ റോഡിൽ നിന്നെ കണ്ടുപോരുത്. ഭഗവാനെ, ഇങ്ങനെ ഒരു കള്ളന്മാര്. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർ കയറി വീട് ഭരിക്കും. മനസ്സിലായോ? അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി അതും പറഞ്ഞോണ്ട് കൈ ഭരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. ആരെയെങ്കിലും അവള് പ്രേമിച്ചാ മതിയല്ലോ. സത്യസന്ധനായ ഈ ഗോപിപ്പിള്ള പറയുന്നു അവർക്ക് പ്രേമമുണ്ട്. തനിക്ക് ദിവസേന കള്ളു കുടിക്കാനുള്ള അടവാണെങ്കിൽ അത് പറഞ്ഞ പോരെ? അത് പറയരുത്. നീ പറഞ്ഞത് എന്ത്? ഞാൻ സത്യസന്ധമായ അന്വേഷണ ശേഷമാ പറഞ്ഞത്. അവക്ക് പ്രേമമുണ്ട്. ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടുറോട്ടിൽ വെച്ച് തല്ലി. അവന്റെ ഒരു വശത്തെ മീശ എടുക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കളവ് പറയുമ്പോ എന്റെ പൊന്നണ്ണ. അണ്ണന്റെ ജീവിതത്തിൽ കള്ളല്ലാതെ വേറെ എന്തും പറഞ്ഞിട്ടുണ്ടോ എന്റെ അണ്ണ? കണ്ണണ്ണ. അതെ, ആരുമായിട്ട് അവൾക്ക് പ്രേമം? ഒരു കാളെ വലവലാതിയായിട്ട്. മേജർക്ക് അത് മതി. നാളെ ഞാൻ കാണിച്ചു തരാം. അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. അല്ല, നമുക്ക് അല്പം കൂടി മദ്യപിച്ചാലോ? ഒന്നുമില്ല, ഇപ്പൊ കുടിച്ചോടത്തോളം മതി. കാര്യം സക്സസ് ആവുകയാണെങ്കിൽ തനിക്ക് കള്ള് ഷാപ്പിൽ ഒരു ജോലി ഞാൻ സ്വാമിയേ, എനിക്കത് മതിയേ. ജോലി അല്ല, കള്ള് ഷാപ്പ് വാങ്ങിച്ചാ ഒന്ന് മാറുക. നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണ്. എന്താ അല്ലേ? പിന്നെ എടാ, പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസിയാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ. നിനക്കതില്ല. എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്താ ഡീസൻസി? ഒരു സത്യം പറഞ്ഞാൽ നീ ഞെട്ടരുത്. നിന്നെ അവൾക്ക് അറപ്പായിരുന്നു. പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ സ്വല്പം ചോരുക്കുണ്ടല്ലോ. എന്ത് ചെയ്യാം, ഞാനൊരു സുന്ദരനായിപ്പോയി. അവൾ വീണില്ല എന്ന പരുവത്തിയായിരുന്നു. രണ്ടുകൂടെ ചേർന്ന് നമുക്കിട്ട് പാര വെച്ചോളാം. എന്നെ അങ്ങ് വിട്ടാരെ. യഥാർത്ഥ പാര ഏത് ഭാഗത്ത് നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം. മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു, നടന്നില്ല. പാര വന്നത് ഏത് ഭാഗത്ത് നിന്നാ പോരെ? ഈ കോരയ്ക്ക് പാര വെച്ചാ നായര. നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത്. ഉറപ്പാണ്.
എടാ നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ? അയാള് കള്ളനാ. എന്നെ അയാൾ കുടിപ്പിച്ച് കുരങ്ങനായി കളഞ്ഞില്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും. എന്ന് വെച്ചാൽ ആ മീശക്കഴുവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഒത്തുപിടിച്ചാൽ അവൾക്ക് വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെ ആ കിളവൻ ഗതി മുട്ടുമ്പോൾ മുട്ടുകുത്തും. എന്റെ കാലിൽ കാലേതാണെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നീ മാറരുത്. ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ഓക്കെ,